ശ്രീലങ്കയ്ക്കെതിരെ അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന വൈറ്റ് ബോൾ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമുകളെ പ്രഖ്യാപിച്ചു. ഏകദിന ടീമിനെ രോഹിത് ശർമ്മ നയിക്കുമ്പോൾ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ T20 ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ്. രണ്ട് പരമ്പരകളിലും ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ യുവ ഓപ്പണർ ശുഭ്മാൻ ഗില്ലാണ്. മലയാളി താരം സഞ്ജു സാംസണിന് രണ്ട് ഫോർമാറ്റുകളിലും ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷയെങ്കിലും T20 സ്ക്വാഡിൽ മാത്രമേ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഏകദിന ടീമിൽ നിന്നും സഞ്ജു തഴയപ്പെട്ടു. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം സൂര്യയെ പുതിയ T20 ക്യാപ്റ്റനാക്കാമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഹാർദിക് T20 ടീമിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് റോളുകളൊന്നുമില്ല. ഏകദിന പരമ്പരയിൽ ഹാർദിക്കിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദിനത്തിൽ തനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് താരത്തെ സെലക്ടർമാർ മാറ്റി നിർത്തിയത്. ഏകദിനത്തിൽ വളരെ ശക്തമായ ടീമിനെയാണ് ഇന്ത്യ ഇറക്കുന്നത്. രോഹിത്തിനെ കൂടാതെ മറ്റൊരു സീനിയർ താരവും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയും ഈ പരമ്പരയിൽ കളിക്കും. വിക്കറ്റ് കീപ്പർമാരായി T20യിലേക്ക് വന്നത് KL രാഹുലും ഋഷഭ് പന്തുമാണ്. ശ്രേയസ് അയ്യർ ഈ പരമ്പരയിലൂടെ ടീമിലേക്ക് തിരിച്ചെത്തിയെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് രണ്ട് പരമ്പരകളിലും വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. ഏകദിന ടീമിലെ സർപ്രൈസ് താരങ്ങൾ ഓൾറൗണ്ടർമാരായ ശിവം ദൂബെ, റിയാൻ പരാഗ്, പേസർ ഹർഷീത് റാണ എന്നിവരാണ്. ഹാർദിക്കിന്റെ അഭാവമാണ് ദൂബെക്ക് അവസരം നേടിക്കൊടുത്തതെങ്കിൽ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് പകരമാണ് പരാഗിനെ നറുക്കുവീണത്. T20 ടീമിലേക്ക് വന്നാൽ സഞ്ജുവിനെ കൂടാതെ ഋഷഭാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ. പരാഗ് ടീമിൽ സ്ഥാനം നിലനിർത്തിയപ്പോൾ അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ്, ധ്രുവ് ജുറൈൽ എന്നിവർ ഒഴിവാക്കപ്പെട്ടു. വാഷിംഗ്ടൺ സുന്ദർ, ഖലീൽ അഹമ്മദ് എന്നിവരെ നിലനിർത്തിയിട്ടുണ്ട്. പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ പരമ്പര കൂടിയാണ് ലങ്കയിലേത്. 3 വീതം T20 ഏകദിന പരമ്പരകളാണ് പര്യടനത്തിലുള്ളത്. ഈ മാസം 27-നാണ് T20 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. 28, 30 തീയതികളിലാണ് മറ്റു മത്സരങ്ങൾ. ഏകദിന പരമ്പര ഓഗസ്റ്റ് 2 മുതലാണ്. ശേഷിച്ച 2 മത്സരങ്ങൾ 4, 7 തീയതികളിലും നടക്കും. T20 മത്സരങ്ങൾ രാത്രി 7 മണിക്കും ഏകദിനം ഉച്ചയ്ക്ക് 2:30-നുമാണ് തുടങ്ങുന്നത്.